സൈഡ് മതിലൊക്കെ നല്ല ഹൈറ്റ് കൂട്ടിയിട്ടാണ് കെട്ടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണരുത്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും കാണാൻ പറ്റൂല. ആ രൂപത്തിലാണ് കെട്ടുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ രഞ്ജിത്തെ. വേഗം പെറുക്കിയ കൂടെ ഇത് കഴിഞ്ഞിട്ട് വേറെ പണികളുണ്ട്. എവിടെ കഴിയണത്? ഇതാണ് 150 കട്ടോളം ഏകദേശം ചിലവ് വന്നിക്കണു. ഇവിടെ നല്ല ഹൈറ്റിൽ കെട്ടിക്കണ്, നല്ല ഹൈറ്റിൽ കെട്ടിപ്പൊക്കാണ് ഇവിടെയൊക്കെ. നമ്മൾ ഈ സൈറ്റിൽ ഏറെക്കുറെ ഫുള്ള് പടവിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിക്കുക നിന്ന്. ഇത് പെരക്ക് പറ്റിയൊരു മോഡലൊക്കെ ഇവിടെ മുന്നിൽ ചെയ്തുക്കണ്. ഈ ഭാഗമൊക്കെ കെട്ടൽ കഴിഞ്ഞു. ഇതവിടെ ഒരു ചെടിക്കൊക്കെ നല്ല കോൺക്രീറ്റ് തടൊക്കെ കെട്ടിക്കണ്. ഈ ഭാഗമൊക്കെ കുറേ ലെവൽ ചെയ്യാണ്ടായിരുന്നൊക്കെ ലെവൽ ചെയ്തൊക്കെ റെഡിയായി. ഇനി നാളെ മുതൽ തേച്ചാൽ മതി. ആ മുറ്റ അറ്റക്കുത്ത് സ്ഥലമാകൊണ്ട് ഇത് അവിടെ റെയിലിനൊരു കോൺക്രീറ്റൊക്കെ റെയിലിന് ചാരിയിട്ട് കോൺക്രീറ്റൊക്കെ പലക വെച്ച് ചാരി കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. അതേ മണ്ണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് മറി. അതിനാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ തന്നെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്ക് സൈഡൊക്കെ പ്ലെയിനാക്കി കെട്ടിക്കുകയാണ്. രാജു ആ ടോപ്പ് അങ്ങനെ ലെവലിൽ അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ, മറക്കരുത്. ഇതാ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പണി പടവിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇത് ബാക്ക് സൈഡ് നല്ല ഹൈറ്റിലൊക്കെ കെട്ടി. ഇവിടെ ഒരു കൊട്ടത്തളൊക്കെ ഉണ്ടാക്കി. ഏകദേശം 1.5 ആൾ ഹൈറ്റിൽ ഇവിടെ കെട്ടിക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ നാളെ തേക്കാണ്ട്. ആ മുമ്പ് ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വെട്ടിപ്പൊളിച്ച് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് വെക്കാൻ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് തേക്കാണ്ട് മതിലുകളൊക്കെ. ഇതാ ഈ സൈഡ് ഏറെക്കുറെ 1.5 ആൾ ഹൈറ്റിൽ കെട്ടിക്കണം. നല്ല ഹൈറ്റിൽ എന്തായാലും ഇവിടെയൊക്കെ കെട്ടി പൊക്കിക്കണം. ഇതൊക്കെ തേക്കണം. ഇതാ ഈ വീടിൻ്റെ ഏകദേശം മതിൽ പണിക്ക് ഏകദേശം കൂലി വന്നതൊരു 30,000 റുപ്യ കൂലി ഏറെക്കുറെ വന്നു. 30,000 റുപ്യേൻ്റെ ഏറെക്കുറെ പടവുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഈ പെരക്ക് പറ്റിയൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പടവിൻ്റെ ഐറ്റം പണി കംപ്ലീറ്റ് ഇപ്പം ഇന്ന് കഴിഞ്ഞു. ഒരാഴ്ചത്തെ പണിയെടുത്തു. എന്തായാലും ഒരാഴ്ച പടവന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ ഇതൊക്കെ തേപ്പ് തുടങ്ങുകയാണ്.